ഹായ് ഹലോ എല്ലാവർക്കും ലെർനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ 1 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹു വോൺ മയാമി ഓപ്പൺ ടൈറ്റിൽ? മയാമി ഓപ്പൺ കിരീടം സ്വന്തമാക്കിയ സഖ്യം ഏതാണ്? ഹു വോൺ മയാമി ഓപ്പൺ ടൈറ്റിൽ? The right answer is രോഹൻ ബോപ്പണ്ണ ആൻഡ് മാത്യു എബ്ദൻ. ഓക്കെ, രോഹൻ ബോപ്പണ്ണ, മാത്യു എബ്ദൻ വോൺ മയാമി ഓപ്പൺ ടൈറ്റിൽ. പ്രായം കൂടുന്തോറും കോർട്ടിൽ തന്റെ വീര്യമേറുകയാണെന്ന് രോഹൻ ബോപ്പണ്ണ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ പുരുഷ ഡബിൾസ് കിരീട നേട്ടത്തിന് പിന്നാലെ മയാമി ഓപ്പണിലും 44-കാരൻ ബോപ്പണ്ണ വെന്നിക്കുടി നാട്ടിയിരിക്കുകയാണ്. ഈ വർഷം തന്നെ ജനുവരിയിലാണ് ബോപ്പണ്ണയും എബ്ദനും ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്. കിരീട നേട്ടത്തോടെ ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കുന്ന പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡും ബോപ്പണ്ണ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് മയാമി ഓപ്പണിലും ബോപ്പണ്ണ കിരീട നേട്ടം ആവർത്തിച്ചിരിക്കുന്നത്. 43-ാം വയസ്സിലല്ല ഞാൻ കളിക്കുന്നത്, 43-ാം ലെവലിലാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം ചൂടിയ റെക്കോർഡിട്ട ശേഷം ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബോപ്പണ്ണ പറഞ്ഞ വാക്കുകളാണിത്. എന്താണ് പറഞ്ഞത്? 43-ാം വയസ്സിലല്ല ഞാൻ കളിക്കുന്നത്, 43-ാം ലെവലിലാണ്. ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പുകൾക്ക് തൊട്ട് താഴെയുള്ള ATP മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നിൽ ജേതാവാകുന്ന പ്രായം കൂടിയ താരം എന്ന തന്റെ തന്നെ റെക്കോർഡാണ് ബോപ്പണ്ണ തിരുത്തി എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? മയാമി ഓപ്പൺ കിരീടം സ്വന്തമാക്കിയ സഖ്യം ആരാണ്? രോഹൻ ബോപ്പണ്ണ ആൻഡ് മാത്യു എബ്ദൻ. രണ്ടാമത്തെ ചോദ്യം, ഹു വോൺ ദ ഹോക്കി ഇന്ത്യ അവാർഡ് ഫോർ ബെസ്റ്റ് ഇന്ത്യൻ ഗോൾ കീപ്പർ ലാസ്റ്റ് ഇയർ? അതായത് കഴിഞ്ഞ വർഷത്തെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യൻ പുരസ്കാരം നേടിയത് ആരാണ്? കഴിഞ്ഞ വർഷത്തെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയത് ആരാണ്? The right answer is PR ശ്രീജേഷ്. കഴിഞ്ഞ വർഷത്തെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം നേടിയത് ആരാണ്? മലയാളി താരം PR ശ്രീജേഷ് ആണ്. മിഡ്ഫീൽഡർ ഹാർദിക് സിംഗ് ആണ് മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. സലീമ ടെറ്റയാണ് മികച്ച വനിതാ താരം. 25 ലക്ഷം രൂപയാണ് ഇരുവർക്കും ലഭിക്കുക. കഴിഞ്ഞ വർഷത്തെ മികച്ച മിഡ്ഫീൽഡർക്കുള്ള പുരസ്കാരവും ഹാർദിക്കിനാണ്. ദേശീയ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് മികച്ച പ്രതിരോധ നിര താരം. മികച്ച ഫോർവേഡിനുള്ള പുരസ്കാരം അഭിഷേകും നേടിയിട്ടുണ്ട്. ആജീവാനന്ദ സംഭാവനയ്ക്കായി മേജർ ധ്യാൻചന്ദ് പുരസ്കാരം, അതായത് 30 ലക്ഷം രൂപ ധ്യാൻചന്ദിന്റെ മകൻ അശോക് കുമാർ സ്വന്തമാക്കി. മൊത്തം 7.56 കോടി രൂപയാണ് ഹോക്കി ഇന്ത്യൻ താരങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഹു വാസ് സെലക്ടഡ് as പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഓഫ് 2020 ODI ക്രിക്കറ്റ് ടീം? ഹു വാസ് സെലക്ടഡ് as പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഓഫ് 2020 ODI ക്രിക്കറ്റ് ടീം? അതായത് 2020 ഏകദിന ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനായി ആരെയാണ് പാകിസ്ഥാൻ നിയമിച്ചിരിക്കുന്നത്? 2020 ഏകദിന ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനായി ആരെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്, അതായത് PCB നിയമിച്ചിരിക്കുന്നത്? The right answer is ബാബർ അസം. 2020 ഏകദിന ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനെ ആരെയാണ് നിയമിച്ചിരിക്കുന്നത്? ബാബർ അസമിനെയാണ് PCB, അതായത് എന്താണ്, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, ജൂണിൽ 2020 ലോകകപ്പ് തുടങ്ങാനിരിക്കെയാണ് നിലവിലെ ക്യാപ്റ്റൻ ഷഹീൻ ഷാഫ്രിദിയെ മാറ്റി ബാബറിനെ ക്യാപ്റ്റനാക്കിയത്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ പരാജയത്തിന് പിന്നാലെയാണ് 3 ഫോർമാറ്റിലെയും ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ബാബർ രാജിവെച്ചത്. ഇതോടെ ടെസ്റ്റ് ക്യാപ്റ്റനായി ഷാൻ മസദിനെയും 2020 ക്യാപ്റ്റനായി അഫ്രീദിയെയും നിയമിച്ചു. ഏകദിന ടീം ക്യാപ്റ്റന്റെ കാര്യത്തിൽ PCB തീരുമാനം എടുത്തിരുന്നില്ല. ബാബറിന്റെ ക്യാപ്റ്റൻസിയിൽ 2022 2020 ലോകകപ്പിൽ പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയിരുന്നു. നാലാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഹു പാസ്ഡ് അവേ റീസെന്റ്? ഈയിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? ഈയിടെ അന്തരിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഹുവാൻ വിൻസെന്റ് പേരസ് മോറ. 114 വയസ്സായിരുന്നു ഹുവാൻ വിൻസെന്റ് പേരസ് മോറ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന പുരുഷനായ വെനസ്വല പൗരൻ ഹുവാൻ വിൻസെന്റ് പേരസ് മോറ അന്തരിച്ചു. 114 വയസ്സായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡുറോയാണ് ഇക്കാര്യം അറിയിച്ചത്. 2022 ഫെബ്രുവരി 4-നാണ് പേരസിനെ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന പുരുഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 11 മക്കളും 41 കൊച്ചുമക്കളുമുണ്ട്.
1909 മെയ് 27 ഒരു കർഷക കുടുംബത്തിലെ 10 മക്കളിൽ 9-മനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ഗ്രാമമുഖ്യനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2 ലോകയുദ്ധങ്ങൾ, സ്പാനിഷ് ഫ്ലൂ, കോവിഡ് എന്നിവ അതിജീവിച്ച സ്പെയിനിൽ താമസിക്കുന്ന 117 വയസ്സുള്ള അമേരിക്കക്കാരി മരിയ ബെന്യൂസ് മൊറോറയാണ് നിലവിൽ ഗിന്നസ് ബുക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ആരാണ്? ഹുവാൻ വിൻസെന്റ് പേരസ് മോറസ് ആണ്. സ്ത്രീ ആരാണ്? അമേരിക്കക്കാരിയായിട്ടുള്ള മരിയ ബ്രെന്നസ് ആണ്. അപ്പോൾ വിൻസെന്റ് പെരേസ് ഈയിടെയാണ് അന്തരിച്ചത്. വിൻസെന്റ് പെരേസിന്റെ പ്രായം എത്രയായിരുന്നു? 114 വയസ്സായിരുന്നു അല്ലെ. മരിയ ബ്രെന്നസിന്റെയോ? മരിയ ബ്രെന്നസിന്റെ പ്രായം എത്രയാണ്? 117 വയസ്സാണ്. 5-മത്തെ ചോദ്യം, ഹൂ ടോപ്സ് ദ ഫോർബ്സ് റിച്ചസ്റ്റ് ലിസ്റ്റ്? ഹൂ ടോപ്സ് ദ ഫോർബ്സ് റിച്ചസ്റ്റ് ലിസ്റ്റ്? അതായത് ഫോർബ്സ് അതിസമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഹൂ ടോപ്സ് ദ ഫോർബ്സ് റിച്ചസ്റ്റ് ലിസ്റ്റ്? ദ റൈറ്റ് ആൻസർ ഈസ് ബെർനാർഡ് അർണോൾട്ട്. ലൂയി വിറ്റൻ ഉടമ ബെർനാർഡ് അർണോൾട്ട് ആണ് സമ്പന്നരിൽ ഒന്നാമനായിട്ട് വന്നിരിക്കുന്നത്. 23,300 കോടി ഡോളറിന്റെ സ്വത്താണ് അദ്ദേഹത്തിനുള്ളത്. ഇലോൺ മസ്ക് 2-ാം സ്ഥാനത്താണ്, 19,500 കോടി ഡോളർ. ജെഫ് ബെസോസ് 19,400 കോടി ഡോളറുമായി 3-ാം സ്ഥാനത്തും മാർക്ക് സക്കർബർഗ് 17,700 കോടിയുമായി 4-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഇന്ത്യയിലെ കണക്കെടുപ്പ് പ്രകാരം 1-ാം സ്ഥാനത്ത് മുകേഷ് അംബാനിയാണ്. 11,600 കോടി ഡോളർ രൂപയാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് ഏകദേശം 9.6 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. ലോക റാങ്കിങ്ങിൽ 9-ാം സ്ഥാനത്താണ് മുകേഷ്. അപ്പോൾ ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തും ലോക റാങ്കിങ്ങിൽ 9-ാം സ്ഥാനത്തുമാണ് ആര്? മുകേഷ് അംബാനി. അപ്പൊ ഫോർബ്സ് അതിസമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ആരാണ്? ലോകത്ത് തന്നെ 1-ാം സ്ഥാനത്ത് ബെർനാർഡ് അർണോൾട്ട് ആണ്. ഓക്കെ. ഗൗതം അദാനിയാണ് ഇന്ത്യയിൽ 2-ാം സ്ഥാനത്ത്. 8,400 കോടി ഡോളറിന്റെ, അതായത് 6.9 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. ലോക റാങ്കിങ്ങിൽ അദ്ദേഹത്തിന് 17-ാം റാങ്കാണ്, അല്ലെങ്കിൽ 17-ാം സ്ഥാനമാണ്. നമ്മൾ പറഞ്ഞല്ലോ ലോകത്തെ അതിസമ്പന്നരുടെ പുതിയ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ഫോർബ്സ്. നമ്മൾ പറഞ്ഞല്ലോ പട്ടികയിൽ 12 മലയാളികളുണ്ട്. ഇത്തവണ ഒരു മലയാളി വനിതയും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. MA യൂസഫ് അലി തന്നെയാണ് സമ്പന്ന മലയാളികളിൽ ഒന്നാമത്. ലോകത്ത് 497-ാം സ്ഥാനത്തായിരുന്ന യൂസഫ് അലി നില മെച്ചപ്പെടുത്തി 344-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 760 കോടി ഡോളർ, അതായത് 63,080 കോടി രൂപയാണ് യൂസഫ് അലിയുടെ ആസ്തി. കഴിഞ്ഞ വർഷം അത് 710 കോടി ഡോളർ ആയിരുന്നു. ജോയ് ആലുക്കാസ്, ഡോക്ടർ ഷംഷീർ വയലിൻ, രവി പിള്ള, സണ്ണി വർക്കി എന്നിവരാണ് മലയാളികളിലെ മുൻനിര സമ്പന്നർ. മുത്തൂറ്റ് ഗ്രൂപ്പിലെ സാറ ജോർജ് മുത്തൂറ്റാണ് പട്ടികയിലെ ഏക മലയാളി വനിത. ആദ്യമായാണ് ഒരു മലയാളി വനിത ഫോർബ്സ് പട്ടികയിൽ ഇടം പിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫോർബ്സ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആദ്യ മലയാളി വനിത ആരാണ്? സാറ ജോർജ് മുത്തൂറ്റാണ്. ഫോർബ്സ് പട്ടികയിൽ 1-ാമൻ ആരാണ്? ബെർനാർഡ് അർണോൾട്ട് ആണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 6-ാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ടോപ്പ് ദ യുണൈറ്റഡ് നേഷൻസ് ഹാപ്പിനെസ് ഇൻഡെക്സ് ദിസ് ഇയർ? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ സന്തോഷ സൂചികയിൽ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. ഓക്കെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ടോപ്ഡ് ദ യുണൈറ്റഡ് നാഷൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ദിസ് ഇയർ? ദ റൈറ്റ് ആൻസർ ഈസ് ഫിൻലാൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ സന്തോഷ സൂചിക, അതായത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1-ാം സ്ഥാനം യൂറോപ്യൻ രാജ്യമായ ഫിൻലാൻഡിനാണ്. തുടർച്ചയായ 7-ാം തവണയാണ് ഫിൻലാൻഡ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. യൂറോപ്പിൽ നിന്ന് തന്നെയുള്ള ഐസ്ലൻഡും ഡെൻമാർക്കും സ്വീഡനും ഫിൻലൻഡിനൊപ്പം ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? ഫിൻലൻഡിനാണ്. 2-ാമത്തെ സ്ഥാനം ഐസ്ലൻഡിനാണ്. 3-ാമത്തെ സ്ഥാനം ഡെൻമാർക്കിനാണ്. 4-ാമത്തെ സ്ഥാനം സ്വീഡനാണ്. ഓക്കെ. ഏഷ്യയിൽ നിന്നുള്ള ഇസ്രയേലിനാണ് 5-ാം സ്ഥാനം. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമായിട്ട് ഏതാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാനാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അഫ്ഗാനിസ്ഥാൻ തന്നെയായിരുന്നു. 143-ാം സ്ഥാനമാണ്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരിക്കും? 126-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. കഴിഞ്ഞ തവണയും ഇതേ സ്ഥാനത്തായിരുന്നു ഇന്ത്യ. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, വേതനം, ആരോഗ്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഉദാരത, അഴിമതി എന്നീ 6 ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് UN സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 126-ാം സ്ഥാനത്താണ് അല്ലെ. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ് അല്ലെ. എത്രയാണ് റാങ്ക്? 143. ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ് അല്ലെ. നോർഡിക് രാജ്യങ്ങൾ. എന്താണ് നോർഡിക് രാജ്യങ്ങളോട് ഉദ്ദേശിക്കുന്നത്?
ലോക സന്തോഷ സൂചികയിൽ സ്ഥിരമായി ആദ്യ സ്ഥാനങ്ങളിൽ എത്തുന്ന 5 രാഷ്ട്രങ്ങളാണ് നോർഡിക് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ലോക സന്തോഷ സൂചികയിൽ സ്ഥിരമായി ആദ്യ സ്ഥാനത്തെത്തുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുണ്ട് അല്ലെ, അവയാണ് നോർഡിക് രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു. വടക്കൻ യൂറോപ്പിലെ ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ്, സ്വീഡൻ, നോർവേ എന്നിവയാണ് രാജ്യങ്ങൾ. 2024 പട്ടിക പുറത്തു വന്നപ്പോൾ ഒന്നാമതെത്തിയത് ഏത് രാജ്യമാണ്? ഫിൻലാൻഡ് ആണ് അല്ലെ. ഫിൻലൻഡ് നേട്ടം തുടർച്ചയായ 7ാമത്തെ തവണയാണ് എന്താണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തുന്ന രാജ്യമായി ഫിൻലൻഡ് മാറുന്നത്. എന്തായിരിക്കാം ഈ രാജ്യങ്ങൾ തുടർച്ചയായ ആദ്യ സ്ഥാനങ്ങൾ വരുന്നതിന്റെ കാരണം? ചിലർ പറയുന്നത് ഇവയെല്ലാം ധനിക രാജ്യങ്ങളായതിനാലാണെന്നാണ്. പക്ഷേ എല്ലാ ധനിക രാജ്യങ്ങളും മുൻനിരയിൽ വരുന്നില്ല എന്നാണ് പ്രത്യേകത. ലോകത്തെ മുൻനിര ധനിക രാജ്യങ്ങളായ സിംഗപ്പൂർ 26ാമതും സൗദി അറേബ്യ 27ാമതുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം, ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് റഷ്യ? ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് റഷ്യ? റഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് വ്ളാഡിമിർ പുടിൻ അല്ലെ. റഷ്യയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിൻ 87.28% വോട്ട് നേടി ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ്. റഷ്യയിൽ സോവിയറ്റ് കാലത്തിന് ശേഷം ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടിയ വോട്ടുകളാണിത്. 2018 75.5% വോട്ടുകളാണ് പുടിന് ലഭിച്ചത്. യുക്രൈനിലെ അധിനിവേശ പ്രദേശങ്ങൾ ഉൾപ്പെടെ വോട്ടെടുപ്പ് നടത്തിയിരുന്നു. 6 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. റഷ്യയിൽ എത്ര വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി? 6 വർഷമാണ്. എന്നാൽ പുടിന്റെ ഏകപക്ഷീയ വിജയം പ്രഹസനം എന്ന നിലപാടിലാണ് ലോകരാജ്യങ്ങൾ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ആസ്ട്രോയിഡ് 2005 X296 in solar system is named after which scientist? അതായത് സൗരയൂഥത്തിലെ 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് ഏത് സയന്റിസ്റ്റിന്റെ പേരാണ് നൽകിയിട്ടുള്ളത്? സൗരയൂഥത്തിലെ 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് ഏത് സയന്റിസ്റ്റിന്റെ പേരാണ് നൽകിയിട്ടുള്ളത്? റൈറ്റ് ആൻസർ ഈസ് ജയന്ത് മൂർത്തി. സൗരയൂഥത്തിലെ 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജയന്ത് മൂർത്തിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. നാസ ന്യൂ ഹൊറൈസൺ സയൻസ് ടീമിന്റെ ഭാഗമായി സൂര്യന്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളെ കുറിച്ച് ജയന്ത് മൂർത്തിയുടെ പഠനങ്ങൾ മാനിച്ചാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അതായത് IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈ ബഹുമതി നൽകിയത്. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഓണററി പ്രൊഫസറാണ് ജയന്ത് മൂർത്തി. 9ാമത്തെ ചോദ്യം, ഹു ഈസ് സെലക്ടഡ് ആസ് ഇന്ത്യസ് ചെഫ് ദ മിഷൻ ഫോർ പാരീസ്? അതായത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ദി മിഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹു ഈസ് സെലക്ടഡ് ആസ് ഇന്ത്യസ് ചെഫ് ദ മിഷൻ ഫോർ പാരീസ്? ദ റൈറ്റ് ആൻസർ ഈസ് മേരി കോം. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ദി മിഷനായി ഒളിമ്പിക് മെഡൽ ജേതാവായ ബോക്സിംഗ് താരം MC മേരി കോമിനെ നിയോഗിച്ചിട്ടുണ്ട്. വിന്റർ ഒളിമ്പിക്സിൽ രാജ്യത്തെ 6 തവണ പ്രതിനിധീകരിച്ച ലൂസ് താരം ശിവകേശവനാണ് ടീമിന്റെ ഡെപ്യൂട്ടി ചെഫ് ദ മിഷൻ. ഗഗൻ നാരംഗിന് ഷൂട്ടിംഗ് ടീമിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. ടേബിൾ ടെന്നീസ് താരം അജാന്ത ശരത് കമൽ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തും. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന? ഹരിയാനയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഹു ഈസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന? ദ റൈറ്റ് ആൻസർ ഈസ് നായിബ് സൈനി. ഫുൾ നെയിം നായബ് സിംഗ് സൈനി എന്നാണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി BJP നേതാവ് നായിബ് സൈനി അധികാരമേറ്റു. BJP ജനനായക് ജനതാ പാർട്ടി അതായത് JJP സഖ്യം തകർന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ചതോടെയാണ് സ്ഥാനമാറ്റം. 5 സ്വതന്ത്രരുടെയും ഹരിയാന ലോക്ഹിത് പാർട്ടി അംഗത്തിന്റെയും പിന്തുണയോടെയാണ് BJP പുതിയ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. 90 അംഗ നിയമസഭയിൽ BJPക്ക് 41 അംഗങ്ങളാണുള്ളത്. BJP സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് 54-കാരനായ സൈനി. ഓക്കെ, അപ്പൊ നമ്മള് ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ചയിലും 2ാമത്തെ ആഴ്ചയിലുമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ് അല്ലെ. ഏറ്റവും അവസാനത്തെ സ്ഥാനം അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 നമ്മൾ പറഞ്ഞു. റഷ്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് വീണ്ടും വ്ളാഡിമിർ പുടിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2005 EX296 എന്ന ചിഹ്നഗ്രഹത്തിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജയന്ത് മൂർത്തിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്.
അല്ലേ? നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.